പിണറായി വിജയൻ ഇനിയും കേരളം നയിക്കുമോ? 2016 മെയ് 25 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഴങ്ങിക്കേട്ട ആ വാചകം കേരളത്തിന്റെ ചരിത്രഗതി മാറ്റി എഴുതുകയായിരുന്നു. ദൈവനാമത്തിലോ പ്രീണനത്തിലോ ആയിരുന്നില്ല, മറിച്ച് സഗൗരവം ഉറച്ച ശബ്ദത്തിൽ പിണറായി വിജയൻ ആ സത്യവാചകം ചൊല്ലി അധികാരമേറ്റപ്പോൾ അതൊരു പുതിയ കേരളത്തിന്റെ പിറവിയായിരുന്നു. അഗ്നിശുദ്ധി വരുത്തിയ കരുത്ത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പിണറായി വിജയൻ എന്ന പേര് വെറും ഒരു ഭരണാധികാരിയുടേതല്ല. അത് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും പര്യായമാണ്. വേട്ടയാടപ്പെട്ടവരിൽ നിന്ന് നായകനിലേക്കും നായകനിൽ നിന്ന് നവകേരളത്തിന്റെ ശില്പിയിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ യാത്ര സമാനതകളില്ലാത്തതാണ്. ഇന്ത്യൻ ജനാധിപത്യം കറുത്ത ദിനങ്ങളിലൂടെ കടന്നുപോയ അടിയന്തരാവസ്ഥ കാലം, കണ്ണൂരിലെ തടവറയിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ യുവ നേതാവായിരുന്നു പിണറായി വിജയൻ. ജയിൽ മോചിതനായ ശേഷം നിയമസഭയിലെത്തി തന്റെ ദേഹത്ത് ഒഴുകിയ ചോര പുരണ്ട വസ്ത്രം ഉയർത്തിക്കാട്ടി അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്നും കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായമാണ്. മർദ്ദനമുറകൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് ദൃഢനിശ്ചയമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ പാർട്ടിയുടെയും ഭരണത്തിന്റെയും അനിഷേധ്യ നേതാവാക്കി മാറ്റിയത്. പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ക്രൂരമായ മാധ്യമ വേട്ടയെ നേരിട്ട മറ്റൊരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ ഉണ്ടാകില്ല. ലാവ്ലിംഗ് കേസ് മുതൽ സ്വർണ്ണക്കടത്ത് വിവാദം വരെ രാഷ്ട്രീയ ശത്രുക്കളും മാധ്യമങ്ങളും ഒരേപോലെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു. എന്നാൽ അസത്യപ്രചരണങ്ങൾക്ക് മുന്നിൽ പതറാതെ ജനങ്ങളിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചത് വെറുതെയല്ല. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വിസ്മയകരമായിരുന്നു. വർഗീയതയ്ക്കും വിഭജന രാഷ്ട്രീയത്തിനുമെതിരെ രാജ്യത്തെ ഏറ്റവും ശക്തമായ ശബ്ദമായി പിണറായി വിജയൻ മാറി. മതേതരത്വത്തിന്റെ കാവലാളായും വികസനത്തിന്റെ അമരക്കാരനായും അദ്ദേഹം ഇന്നും തുടരുന്നു. വ്യക്തികളെ ജനക്ഷേമം കൊണ്ട് നേരിട്ട ആ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി വരും തലമുറയ്ക്കുള്ള ഒരു പാഠപുസ്തകമാണ്. കേരളം ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണം മാറുമെന്ന പതിവ് ചരിത്രമായിരുന്നു. എന്നാൽ 2021 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ആ ചരിത്രം തിരുത്തി കുറിച്ചു. എന്തുകൊണ്ട് തുടരണം ഈ ഭരണം? ഉത്തരം ലളിതമാണ്: നമ്മുടെ അതിജീവനം. പ്രളയങ്ങൾ തകർത്തപ്പോഴും നിപ്പയും കോവിഡും ഭീതി പടർത്തിയപ്പോഴും തളരാത്ത കരുത്തായി ഈ സർക്കാർ നമുക്കൊപ്പം കൂടുന്നു. ആരും പട്ടിണി കിടക്കരുതെന്ന വാശിയോടെ ഓരോ വീട്ടിലും എത്തിച്ച സൗജന്യ കിറ്റുകൾ മുതൽ ലോകം ചർച്ച ചെയ്ത കേരള മോഡൽ ആരോഗ്യ സംവിധാനങ്ങൾ വരെ. പ്രതിസന്ധികളിൽ തളരുന്നതല്ല, പൊരുതുന്നതാണ് വികസനമെന്ന് നാം പഠിച്ചു. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് ഈ LDF സർക്കാർ തെളിയിച്ചു. ചരിത്രം മാറ്റിയെഴുതിയ വികസന കുതിപ്പുകൾ പലതാണ്. ഹൈടെക് ക്ലാസ് മുറികളിലൂടെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. പാവപ്പെട്ടവന്റെ മക്കൾക്കും ഇനി ലോകത്തോടൊപ്പം സഞ്ചരിക്കാം. ആർദ്രം മിഷനിലൂടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി, മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റികളായി മാറി. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി മേൽക്കൂരയൊരുക്കി ലൈഫ് മിഷനിലൂടെ. ഗെയിൽ പൈപ്പ് ലൈൻ, K-ഫോൺ വഴി എല്ലാവർക്കും ഇന്റർനെറ്റ്, നവീകരിച്ച ദേശീയപാതകൾ, പാവപ്പെട്ടവർക്ക് പെൻഷൻ കൃത്യമായി വീട്ടിലെത്തുന്ന കരുതൽ. ഇത് വെറുമൊരു ഭരണ തുടർച്ചയല്ല, ഇത് നാടിന്റെ ഉറപ്പാണ്. വർഗീയതയ്ക്ക് വേരൂന്നാൻ ഇടമില്ലാത്ത, വികസനത്തിന് അതിരുകളില്ലാത്ത, കരുതലിന്റെ കരുത്തുള്ള ഒരു നവകേരളം സൃഷ്ടിക്കാൻ ഈ യാത്ര തുടരണം. വികസനം തുടരണം, ക്ഷേമം തുടരണം. നമുക്ക് മുന്നോട്ടായി ഒന്നായി കരുത്തോടെ പോകണമെന്ന മുദ്രാവാക്യമാണ് CPIM-ഉം LDF-ഉം പിണറായി വിജയനും ഉയർത്തിക്കാണിക്കുന്നത്.